ഹേയ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു ദ വീഡിയോ. ഓക്കെ, അപ്പോൾ ഗായ്സ് നമ്മൾ ഇന്നെന്തായാലും ചെയ്യാനായിട്ട് പോകണമെന്ന് വെച്ചാൽ ഗൈസ് നമ്മുടെ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് 3 ഡീലിങ്ങളൊക്കെ ഒരു പുതിയൊരു കിടിലൻ വീഡിയോ ആയിട്ടാണ് ഗൈസ് ഇന്നെന്തായാലും വന്നേക്കണം. ഓക്കെ ഗായ്സ്, അപ്പോൾ ഇന്നെന്തായാലും ഗൈസ് അല്ലാത്ത നമ്മുടെ സ്റ്റോറീസ് ആയിട്ടുള്ള വീഡിയോ ആയിട്ടാണ് ഗൈസ് ഇന്നെന്തായാലും വന്നേക്കണം. ഓക്കെ, നമ്മളിന്ന് വെബ് സീരീസ് ആയിട്ടല്ല വന്നേക്കണം. ഓക്കെ, വെബ് സീരീസിൻ്റെ വീഡിയോ ഇടുന്നതാണ്. ഇതിട്ടിട്ട് കുറച്ച് ദിവസം കൊണ്ടാണ് ഇതാണ് ഞാൻ ഇപ്പം അടുപ്പിച്ചിട്ടത്. ഓക്കെ, ഇന്നലെ നമ്മളാണെങ്കിൽ ഏതാണ് ലാമറും പിന്നെ CJ വെച്ചിട്ട് നമ്മളെന്തായാലും ബൈക്കിൻ്റെ ഒരു സ്റ്റണ്ട് റേസിൻ്റെ വീഡിയോകളൊക്കെ ഇട്ടിരുന്നത്. ഇന്ന് നമ്മൾ കാർ വെച്ചിട്ടാണ് സ്റ്റണ്ട് റേസ് ചെയ്യണം. നമ്മൾ നമ്മുടെ ലാമറുമായിട്ടാണ് CJ ലാമറുമായിട്ടാണ് നമ്മളെന്തായാലും സ്റ്റണ്ട് റേസുകളൊക്കെ കളിക്കാനായിട്ട് പോകണം. ഓക്കെ, അപ്പോൾ എൻ്റെ ചാനലായിട്ട് ആരെങ്കിലും ലൈക്ക് ചെയ്യാത്തുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുത്താൽ വീഡിയോസ് നിങ്ങൾക്ക് അപ്പോഴും എന്തായാലും ടക്കേന്ന് ഇറങ്ങി നോട്ടിഫിക്കേഷൻ ആയിട്ട് എന്നാലും എനേബിൾ ആവുന്നതാണ്. ഓക്കെ, അതേപോലെ തന്നെ ബാക്കി കാര്യങ്ങളെല്ലാം ഓക്കെയാണ്. വീഡിയോ ഫുള്ളായിട്ട് നിങ്ങൾ എന്തായാലും സ്കിപ്പ് ചെയ്യാതെ എന്തായാലും കാണാം, എന്നാലും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ എന്താണെന്ന് മനസ്സിലാവത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഫുള്ളായിട്ട് നിങ്ങൾ ഒരു തുള്ളി പോലും സ്കിപ്പ് ചെയ്യാതെ കംപ്ലീറ്റ് എന്തായാലും കാണുക. അതേപോലെ തന്നെ നമ്മുടെ ചാനലിലായിട്ട് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ചാനലുകളൊക്കെ ഏകദേശം 332 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പം അതിന് നിങ്ങളിനി എല്ലാം കൂടെ ചേർത്ത് 1K എങ്ങനെയെങ്കിലും അടുപ്പിക്കണം ഗൈസ്. ഓക്കെ, എൻ്റെ ഒരു ഡ്രീമുകളൊക്കെയാണ് 1K കാര്യങ്ങളൊക്കെ. അപ്പോൾ എല്ലാവരും എന്തായാലും 1K സബ്സ്ക്രൈബേഴ്സുകളൊക്കെ അടുപ്പിക്കുക. പിന്നെ വീഡിയോ ഫുള്ളായിട്ട് നിങ്ങൾ എന്തായാലും സ്കിപ്പ് ചെയ്യാതെ എന്തായാലും കാണുക. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പം ഇത്രയും വെച്ചാൽ 332 സബ്സ്ക്രൈബേഴ്സ് അടുപ്പിച്ചിട്ടുണ്ട്. എല്ലാവർക്കും ചെയ്യാത്തവർക്കും വളരെ നന്ദി. ഓക്കെ, അപ്പം എല്ലാം ഓക്കെയാണ്. ഓക്കെ, അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോകളൊക്കെ നമുക്ക് എന്തായാലും നൈസായിട്ട് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നമ്മുടെ ഇന്നത്തെ വീഡിയോകളൊക്കെ നമുക്ക് എന്തായാലും നൈസായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പം ലെറ്റ്സ് ഗോ സ്റ്റാർട്ട്. ഓക്കെ ഗായ്സ്, എന്നാലും ഇവിടെ ഇപ്പം ഞാൻ ഗായ്സ് നമ്മുടെ ഏതാണ് വീട്ടിലുകളൊക്കെ ആകെ ബോറടിച്ച് നിൽക്കുകയാണൊക്കെ. ഓക്കെ, രാവിലെ തന്നെ എൻ്റെ ലാമർ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് നീ പെട്ടെന്ന് ഒരു സ്ഥലത്ത് വരാനായിട്ട് അവൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, മിക്കവാറും പിന്നെ വല്ല സ്റ്റണ്ട് റേസിനായിരിക്കും. ഓക്കെ, ഒരാഴ്ചക്ക് മുമ്പ് ഓൾറെഡി ഒരു സ്റ്റണ്ട് റേസ് കഴിഞ്ഞതേ ഉള്ളൂ. അപ്പോൾ തന്നെ അവൻ വീണ്ടും പിന്നെ അടുത്ത സ്റ്റണ്ട് റേസായിട്ട് അവൻ വരാണ്. ബെസ്റ്റ് അതെന്തെങ്കിലും ആവട്ടെ, നമുക്കെന്തായാലും സ്റ്റണ്ട് റേസിന് പോയി നോക്കാം. ഓക്കെ, എങ്ങനത്തെ സ്റ്റണ്ട് റേസ് ആണെന്നൊന്നും എനിക്കൊരു പിടിയും തന്നെ ഇല്ല. ഓക്കെ, അവൻ പിന്നെ പറഞ്ഞത് കാർ വെച്ചിട്ടുള്ള സ്റ്റണ്ട് റേസ് ആണെന്ന്. ഓക്കെ, കാർ വെച്ചിട്ടെന്ന് പറയുമ്പോൾ നമ്മുടെ 4 വീലർ വെച്ചിട്ടുള്ള സ്റ്റണ്ട് റേസ് എന്നാണ് പറഞ്ഞത്, ബൈക്കല്ലേ. ഓക്കെ, അവൻ്റെ സ്കോർപ്പിയോ എടുത്തുകൊണ്ടാണ് എന്തായാലും റേസിന് ഞങ്ങളൊക്കെ പറഞ്ഞത്. അവൻ പറഞ്ഞ് നമ്മളേതെങ്കിലും ഒരു വണ്ടി എടുത്തുകൊണ്ട് വരാനാണ് പറഞ്ഞത്. ഓക്കെ, എനിക്കിവിടെ ആ കൺഫ്യൂഷനായി നിൽക്കണേ ഏത് വണ്ടി എടുക്കണമെന്ന്. ഓക്കെ, GTR എടുക്കണോ, നമ്മുടെ റേഞ്ച് റോവർ എടുക്കണോ, അതോ നമ്മുടെ താർ എടുക്കണോ, ലംബോർഗിനി വെനേന എടുക്കണോ, ഏതെടുക്കണോ ആ കൺഫ്യൂഷനായിട്ട് നിൽക്കുകയാണ്. ബൈക്കൊന്നും ഇതിലെടുത്തൂടെ, കാർ മാത്രമാണ്. ഓക്കെ, GTR എടുത്താലാണ് ആലോചിക്കണം. പക്ഷേ GTR വെച്ചാൽ സ്റ്റണ്ട് റേസുകളൊക്കെ ചെയ്യാനായിട്ട് നല്ല സൂപ്പർ വണ്ടികളൊക്കെയാണ്. ഓക്കെ, പക്ഷേ ഈ റേസൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ആ വണ്ടിയുടെ കാര്യത്തിൽ ഏകദേശം ഒരു തീരുമാനം ഇവിടെ ഫ്രണ്ടൊക്കെ ഇടിച്ച് പൊളിഞ്ഞ് എല്ലാം ഇളവി തവിട് പൊടിയൊക്കെ കിടക്കുക. വെച്ചാൽ നമ്മൾ പുതിയതായിട്ട് എടുത്ത വണ്ടിയാണ്. ഓക്കെ, പുതിയ വണ്ടിയാണ്. ഏകദേശം ഒരു മാസം പോലും ആയിട്ടില്ല. ഓക്കെ, വണ്ടി എടുത്തിട്ട്. ഓക്കെ, സത്യത്തിൽ പറഞ്ഞാൽ 1/2 മാസമായിട്ടേ ഉള്ളൂ. ഓക്കെ, അപ്പം പുതിയ വണ്ടിയാണ്, അതിനെ നശിപ്പിക്കേണ്ട. അതുകൊണ്ട് പിന്നെ വല്ലതും സ്റ്റണ്ട് റേസ് നടത്താം. ഓക്കെ, നമുക്കിപ്പോൾ നമ്മുടെ ഈ റേഞ്ച് റോവർ ഇട്ട് നടത്താം. ഓക്കെ, നമ്മുടെ GTR ഇട്ട് കളിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ കളിച്ചു കഴിയുമ്പോൾ വണ്ടി പൊളിഞ്ഞ് തവിട് പൊടിയാവും. ഓക്കെ, ഫുള്ളായിട്ട് ആകെ സ്ക്രാച്ചൊക്കെ തവിട് പൊടിയൊക്കെ. പുതിയ വണ്ടിയല്ലേ. ഓക്കെ, ഇത് പിന്നെ പഴയതാണ്. ഓക്കെ, നല്ല കുഴപ്പമില്ല. ഓക്കെ, പക്ഷേ ഇത് നല്ല കിടിലൻ വണ്ടിയാണ്. ഓക്കെ, നല്ല റെയറുമാണ്, നല്ല പൈസയും കൂടുതലാണ് ഈ വണ്ടിക്ക്. ഓക്കെ, നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഇതിലേ കൂടെ ഞാൻ വണ്ടി തിരിച്ചെടുക്കാം. ഓക്കെ, താറെടുക്കായിരുന്നു, പക്ഷേ അവനും പറഞ്ഞത് സ്കോർപ്പിയോയിലാണ്. ഓക്കെ, ഇത് മഹീന്ദ്രയുടെ വണ്ടിയായ ഒരു ഗുമ്മ് കാണത്തില്ല. ഓക്കെ, പക്ഷെ 2 മഹീന്ദ്രയുടെ വണ്ടിയാണെങ്കിൽ കുഴപ്പമില്ല. ഓക്കെ, ക്യാഷ് വെച്ചിട്ടുള്ള ബെറ്റാണോ അതോ കാർ വെച്ചിട്ടുള്ള ബെറ്റാണെന്ന് അറിഞ്ഞിടൊക്കെ. അവിടെ ചെന്നാലും അറിയാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അവൻ രാവിലെ തന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് പെട്ടെന്ന് എത്താനായിട്ട്. ഓക്കെ, നമ്മളങ്ങനെ നമ്മുടെ ആ ഒരു ഏതാണ് റേഞ്ച് റോവറുകളൊക്കെ നൈസായിട്ട് ഞാൻ വെളിയിലെടുത്തിട്ടുണ്ട്. ഓക്കെ, ആ വായിച്ചെന്ന ലൊക്കേഷൻ ഇച്ചിരി ദൂരമുണ്ട്. ഓക്കെ, നമ്മുടെ റേഞ്ച് റോവർ എന്ന് വെച്ചാൽ അത്യാവശ്യം സ്പീഡുകളൊക്കെ ഉണ്ട്. ഓക്കെ, കുഴപ്പമോ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. ഓക്കെ, അപ്പോൾ നമുക്കെന്തായാലും ഗൈസ് നമ്മുടെ റേഞ്ച് റോവറുകളൊക്കെ എടുത്തുകൊണ്ട് നേരെ നമുക്കെന്തായാലും അങ്ങോട്ട് എന്തായാലും പോക്കി. ഈ വണ്ടിക്ക് എന്തായാലും അത്യാവശ്യം സ്പീഡുകളൊക്കെ ഉണ്ട്. ഓക്കെ, അതുകൊണ്ട് കുഴപ്പമില്ല. ഓക്കെ,
ഓക്കെ, റേഞ്ച് റോവറിനെ കൊണ്ട് റേസൊക്കെ ഈസി ആയിട്ട് ജയിക്കാനായിട്ട് പറ്റും. ഓക്കെ, അവൻ പറഞ്ഞാൽ സ്കോർപ്പിയോയിലാണ്. ഓക്കെ, പക്ഷേ സ്കോർപ്പിയോനെക്കാളും നമുക്ക് ഏതാണ് നല്ല സൂപ്പറായിട്ട് ഗൈസ് നമുക്ക് എന്തായാലും സ്റ്റൺ റേസും ബാക്കി കാര്യങ്ങളൊക്കെ ഈ ഒരു റേഞ്ച് റോവറിട്ട് കളിക്കാൻ പറ്റും. ഓക്കെ, ഞാൻ ഇതേപോലെ തന്നെ കുറേ പ്രാവശ്യം എന്തായാലും ഏതാണ് നമ്മുടെ ലാമറിൻ്റെ കൂടെ റേസ് വെച്ചിട്ടുണ്ട്, സ്റ്റൺ റേസ് കാർ വെച്ചിട്ടുള്ളത്. ഓക്കെ, അതെല്ലാം ഞാൻ ഈ വണ്ടിയിട്ടാണ് കളിച്ചിട്ടുള്ളത്. ഓക്കെ, 2-3 പ്രാവശ്യം എന്തോ വെനേനായിട്ട് കളിച്ച് ആ വണ്ടി മാറിങ്ങടിച്ച് ആകെ തവിട് പൊടിയായി. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അവിടെ ലൊക്കേഷൻ കണക്ക് ഇതല്ല, നമുക്ക് ഇവിടെ നേരെ ഫ്രണ്ടിലോട്ട് പോയിട്ട് നമുക്ക് റൈറ്റാണ് പോകേണ്ടത്. ഓക്കെ, ആ വഴിയിൽ എന്തോ ബ്ലോക്കോ അങ്ങനെ എന്തോ ഉണ്ടെന്ന് കാണിച്ച് നൈസായിട്ട് നമ്മുടെ ഗൂഗിൾ മാപ്സ് എടുത്ത് നോക്കി എവിടെയാണ് സ്ഥലമെന്ന്. ഓക്കെ, അപ്പോൾ അവിടെ എന്തോ ഒരു ഏതാണ് ബ്ലോക്കോ അങ്ങനെ എന്തോ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ടാണ് അതുവഴി ഞാൻ പോവാത്ത. ഓക്കെ, അല്ലെങ്കിൽ അതുവഴി പോവായിരുന്നു. ഓക്കെ, എന്തോ വണ്ടി എന്തോ ഇടിച്ചെന്തോ അവിടെ കിടക്കുകയാണ്. ഓക്കെ, എന്നും ഇടി തന്നെ ഇവിടെ. ഓക്കെ, ഇവിടെയുള്ള ഒരുത്തനും വണ്ടി നേരെ ഓടിക്കാറുണ്ട്, നല്ല കാര്യം. ഓക്കെ, നമ്മളങ്ങനെ ഏകദേശം വന്നേക്കാണ്. ഓക്കെ, ഇപ്പുറത്തെ വഴിയിലാണ്. ഇവിടെ വേറെ കുഴപ്പമൊന്നുമില്ല, ഇവിടെ ഇനി ബ്ലോക്കെല്ലാം ഉണ്ടാകുന്നത്. ഓക്കെ ഓക്കെ ഇവിടെ ഫുള്ള് സിഗ്നലും ബാക്കി സാധനങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ആ ഒരു സിഗ്നലും എടുക്കണമൊന്നും തന്നെയല്ല, ഞാൻ എല്ലാ സിഗ്നലിനെ കട്ട് ചെയ്തുകൊണ്ടാണ് പോണത്. ഓക്കെ, നമുക്കപ്പോൾ കത്തിച്ചുവിടാം. ഓക്കെ, നമ്മുടെ ലാമർ അയച്ചെന്ന ലൊക്കേഷൻ എന്ന് വെച്ചാൽ ഇവിടെയാണ്. ഓക്കെ, ഇവിടെ കുറേ സൺറൈസ് ഉണ്ട്. ഓക്കെ, എപ്പോഴും ഇവിടുത്തെ സൺറൈസാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ നമുക്കെന്തായാലും നേരെ എന്തായാലും അങ്ങോട്ട് പോവാം. ഓക്കെ ഗൈസ്, ഇതാണ്. ഓക്കെ, അപ്പുറത്ത് കാണുന്ന സൺറൈസ് ആണോ വിളിച്ചപ്പോൾ പറഞ്ഞത്. ഓക്കെ ഓക്കെ അപ്പുറത്ത് കാണുന്നത്. ഓക്കെ ഓക്കെ ഇവിടെ അവനെ കാണാനില്ലല്ലോ, അവ എവിടെ പോയി? ഓക്കെ, അവൻ്റെ സ്കോർപ്പിയോ ഇവിടെ കിടപ്പുണ്ട്. ഓക്കെ, അവൻ്റെ സ്കോർപ്പിയോ കണക്ക് ഇവിടെ കിടപ്പുണ്ട്, അവനെ കാണാമല്ലോ. പക്ഷേ നമുക്ക് നോക്കാം അവ എവിടെയാന്ന്. ഓക്കെ, നമുക്കപ്പോൾ നൈസായിട്ട് എന്തായാലും നമ്മുടെ റേഞ്ച് റോവറിൽ നിന്ന് ഞാൻ എന്തായാലും ഇറങ്ങിയിട്ടുണ്ട്. ഓക്കെ, ഇതാ നിൽക്കുക അളിയെ. എടാ അളിയാ ലാമറേ, സുഖം തന്നെടാ. എനിക്ക് സുഖമൊക്കെ തന്നെ, നിനക്ക് സുഖം തന്നെ. എനിക്ക് സുഖമൊക്കെ തന്നെടേ, പരമസുഖം. ഒരാഴ്ചക്ക് മുമ്പേ നമ്മളൊരു ബെറ്റ് വെച്ചിട്ടുള്ള റേസ് കളിച്ചല്ലോ, പിന്നെ നീ റേസിനൊന്നാ എന്തോന്നടേ? എടാ ചുമ്മാ ബോറടിയല്ലടാ, അതുകൊണ്ടാണ് ഞാൻ നിന്നെ റേസിന് വിളിക്കണം. കഴിഞ്ഞ റേസിന് നീ എന്തോ ഒരു ജസ്റ്റ് മിസ് കൊണ്ട് ജയിച്ച് എൻ്റെ ഹയാബൂസ നിനക്ക് കിട്ടി. പക്ഷേ ഇപ്രാവശ്യം അങ്ങനെയല്ല, ഇപ്രാവശ്യം നീ ഉറപ്പായിട്ട് നീ തോക്കും. നോക്കോ, ഇതെൻ്റെ ചലഞ്ചാണ്. നീ ഉറപ്പായിട്ട് നീ തോക്കുകയും ചെയ്യും. നിൻ്റെ റേഞ്ച് റോവർ എനിക്കിട്ട് ഇനി വാ. റെയിൽസിൻ്റെ റൂൾസ് പോലും പറയാതെ നീ വണ്ടിയുടെ ബെറ്റൊക്കെ എപ്പോഴാടാ തീരുമാനിച്ച? അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഈ റേസിന് ചെക്ക് പോയിൻ്റോ ഒന്നും തന്നെ ഇല്ല. അഥവാ നീ വീണ് കഴിഞ്ഞാൽ 1 തൊട്ട് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ അതൊക്കെ പോട്ടെ, നീ ബാക്കി കാര്യങ്ങൾ പറയാം. ഈ ഒരു റേസിന് ഇപ്പോൾ നീ ജയിക്കുകയാണെങ്കിൽ നിനക്കാണെങ്കിൽ 30 കോടി കിട്ടും. ആര്? നീ സ്പോൺസർ ചെയ്യണേ? ഇല്ല, ഈ ഒരു ഏതാണ് സ്റ്റൺ റേസിൻ്റെ ഓണേഴ്സും പിന്നെ ബാക്കിയുള്ള പാർട്ട്നേഴ്സും എല്ലാവരും കൂടെ ചേർന്ന് ചെയ്ത് വെച്ചൊരു സംഭവമാണ്. അങ്ങനെയൊക്കെ ഉണ്ടോ? അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പം എല്ലാം കൂടെ ചേർത്ത് നിനക്ക് 30 മില്യൺ കിട്ടും. ഞാൻ ജയിക്കുകയാണെങ്കിൽ എനിക്ക് 30 മില്യൺ കിട്ടും, നീ ജയിക്കുകയാണെങ്കിൽ നിനക്ക് 30 മില്യൺ കിട്ടും. പിന്നെ അതല്ലാതെ നമ്മൾ ബെസ്റ്റ് ഫ്രണ്ട്സൊക്കെ അല്ല, അതുകൊണ്ട് നമ്മൾ തമ്മിലൊരു ബെറ്റും കൂടെ വേണം. അതാണ് ഞാൻ ഈ പറഞ്ഞത്. എന്തടേ നീ ഇങ്ങനെ കിടന്ന് ഓർഡറാ? പറഞ്ഞടേ, നമ്മൾ തമ്മിലൊരു ബെറ്റും കൂടെ ഉണ്ട്. ഞാൻ സ്കോർപ്പിയോ വെച്ച് കളിക്കും, നീ റേഞ്ച് റോവർ വെച്ച് കളിക്കും. എന്തായാലും നീ നന്നായി ആ റേഞ്ച് റോവർ എടുത്തുകൊണ്ടുവന്നുണ്ട്. താറും കൊണ്ടുവന്നിരുന്നെങ്കിൽ ഞാൻ ജയിക്കുമ്പോൾ അതേ എനിക്ക് കിട്ടുള്ളൂ. എനിക്കിപ്പോൾ നല്ലൊരു റെയർ കാർ കിട്ടും. ഡാ നിനക്ക് എൻ്റെ വണ്ടി തൊടാൻ പോലും പറ്റൂല. നോക്കിക്കോ, എൻ്റെ വണ്ടിക്ക് അമ്മാതിരി സ്റ്റണ്ടാണ്. നീ ഒരു റേസിന് പോലും ഇതുവരായിട്ട് ജയിച്ചിട്ടുണ്ടാ? അത് നീ പറയാൻ ശരിയാണ്, ഞാൻ ഇതുവരായിട്ട് ഒരു റേസിന് പോലും ജയിച്ചിട്ടില്ല. പക്ഷേ ഞാൻ ഒരു റേസിന് ജയിച്ചിട്ടുണ്ടല്ലോ. എപ്പോഴും ഏത് റേസിന് ജയിച്ചിട്ടുള്ള? നീ ഒരു റേസിന് ജയിച്ചിട്ടില്ലടാ. ശരി, അതെന്തെങ്കിലും ആവട്ടെ, നമുക്കപ്പോൾ റേസ് സ്റ്റാർട്ട് ചെയ്താലേ. പിന്നെ അല്ലാതെ അപ്പോൾ നമുക്ക് റേസ് സ്റ്റാർട്ട് ചെയ്യാം. നീ ഒന്ന് ആദ്യം വണ്ടി കയറ്, ഞാൻ വണ്ടിയിലൊക്കെ കയറാം. ഇവന് ഭയങ്കര മോഡയാണ്. എടാ അളിയാ, ഇപ്പോൾ ഓൾ ദ ബെസ്റ്റ്. സൂക്ഷിച്ച കളി. ഞാൻ സൂക്ഷിച്ച് കളിച്ചോളാം, നീ നേരെ ആദ്യം കളി. എടാ നീ എന്താ കാണിക്കണ? അയ്യോ, അവന്താ അവിടെ തറ വീണ്. എടാ സൂക്ഷിച്ച കളി. ഞാൻ ഇവിടെ ഇപ്പോൾ ഓണമോ ഗെറ്റ് സെറ്റ് ഗോ സ്റ്റാർട്ട് എന്ന് പറയുമ്പോൾ നീ വണ്ടി എടുത്തുകൊണ്ട് പോണേ. ശരിയടാ ലാമറേ. ഓണമൗത്ത്
ഗെറ്റ് സെറ്റ് ഗോ സ്റ്റാർട്ട്. ഓക്കെ, ഇവിടെ ഇപ്പം എന്നാലും അവ എന്നാലും അനൗൺസ് ചെയ്തിട്ടുണ്ട്. ആരാണോ ജയിക്കണത് അവർക്ക് $30 മില്യൺ കിട്ടും. ശരി ശരി ശരി, അതവൻ പറഞ്ഞ്, ലാമർ പറഞ്ഞ്. അവൻ പറഞ്ഞാ നിൻ്റെടാ? ശരി ശരി. ഓക്കെ, ഇപ്പം എൻ്റെ കൂടെ സംസാരിച്ച ആളെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണും. അത് ഈ റേസിൻ്റെ പാർട്ട്ണറാണ്. ഓക്കെ, പുള്ളിയാണ് ഈ റേസ് ഫുള്ളായിട്ട് സെറ്റ് ചെയ്തേക്കണം. ഓക്കെ ഓക്കെ, നമ്മുടെ ലാമറിന് ചാൻസ് പോലും കിട്ടത്തില്ല. കാരണം വെച്ചാൽ അങ്ങനത്തെ രീതിയിലാണ് നമ്മുടെ റേഞ്ച് റോവർ വെച്ച് കളിക്കണം. ഓക്കെ, അവന് ചാൻസ് പോലും കിട്ടത്തില്ല. കാരണം വെച്ചാൽ നല്ല എളുപ്പമുള്ളൊരു റേസാണ്. ഓക്കെ, വീഴാതെ പോകണം. ഓക്കെ ഓക്കെ, ഇങ്ങനത്തെ ഒരു റേസ് ആദ്യമായിട്ടാണ് നമ്മുടെ റേഞ്ച് റോവറൊക്കെ വെച്ച് കളിക്കുന്നത്. ഓക്കെ, ഞാൻ തന്നെ ആദ്യമായിട്ടാണ് ഇങ്ങനെ കളിക്കുന്നത്. ഓക്കെ ഓക്കെ, ഇവിടെ ഇപ്പം എന്തായാലും റേസിൽ ജയിക്കാറായിട്ടുണ്ട്. ഓക്കെ, എടാ 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 എടാ, നീ ആദ്യം റേസ് കംപ്ലീറ്റ് ആക്കുക, എന്നിട്ട് ജയത്തിൻ്റെ കാര്യം പറ. നീ ഒരിക്കലും ജയിക്കില്ല, ഞാൻ തന്നെ ഈ റേസിന് ജയിക്കും. എടാ പെടാ, പോടാ 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 പോടാ, മനുഷ്യനെ ദേഷ്യം പിടിപ്പിക്കാതെ പോടാ. ഞാൻ എന്താ ഇവിടെ റേസിന് ജയിച്ച്? ഓ അങ്ങനെയാണല്ലേ, നീ റേസിന് ജയിച്ചപ്പോൾ. അയ്യോ ഇതെന്താ പറ്റി? എൻ്റെ അമ്പോ, ഓ ജസ്റ്റ് മിസ്. അയ്യോ, ഇതിപ്പോൾ എങ്ങനെ എടുക്കും ഞാൻ വണ്ടി? ഹാ 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 ഹാ, ഞാൻ പറഞ്ഞല്ലേ അവസാനമാകുമ്പോൾ നീ എൻ്റെ വണ്ടി എവിടെയെങ്കിലും കൊണ്ട് തട്ടി നീ തോക്കുമെന്ന്. അങ്ങനെ ആരടാ പറഞ്ഞത്? എടാ നീ നല്ല സൂപ്പറായിട്ട് വണ്ടി എടുത്തല്ലോ. ദൈവമേ, ഇനി എങ്ങനെ ഇവൻ ജയിക്കുമോ? അതിന് വഴിയില്ല, ഇവ ഇപ്പം എവിടെയെങ്കിലും വീഴും. ഇനി വീണിട്ട് ഒരു കാര്യമില്ല, ഞാൻ എന്താ ഇവിടെ റേസ് ജയിച്ച്. ഹലോ മിസ്റ്റർ, ഒരു സംഭവം കൂടെ ഉണ്ട്. നീ ഇപ്പം ഇങ്ങനെ കളിച്ച് വന്നില്ലേ, ഇനി ഇതേപോലെ തന്നെ തിരിച്ച് റിവേഴ്സ് എടുത്ത് അതുവരെ എത്തണം. അതിൻ്റെ കാര്യം നീ പറഞ്ഞില്ലല്ലോ. അതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ലെങ്കിലും ഈ സാറ് നിൻ്റെ കൂടെ പറയും. ലാമർ പറഞ്ഞ ശരി തന്നെ, ഇതേപോലെ തന്നെ റിവേഴ്സ് എടുത്ത് നീ അവിടെ എത്തണം, എന്നാലേ നിനക്ക് ഈ റേസിന് ജയിക്കാൻ പറ്റൂ. അയ്യോ ഇത് ഒടുക്കത്തെ ചതിയായിപ്പോയി, എന്നെക്കൊണ്ട് ഇത് പറ്റുമെന്തോ. എടാ മണ്ട, റിവേഴ്സ് എന്ന് ഉദ്ദേശിച്ച ഇതല്ലടാ. നീ വണ്ടി ആദ്യം ഫുള്ള് റിവേഴ്സ് എടുക്കുക, എന്നിട്ട് നീ പോ. അല്ലാതെ റിവേഴ്സ് എടുത്ത് പോകാൻ നിൻ്റെ കൂടെ ആരും പറഞ്ഞൊന്നുമില്ല. ഓ അങ്ങനെയാ, അത് ഞാൻ ചെയ്യാം. എൻ്റെ റിവേഴ്സ് അടിക്കാനാണ് പാടിവിടെ. എടാ വേണോ ഇത്? ഞാൻ വിചാരിച്ച് ഈസി ആയിട്ട് ഇത് കംപ്ലീറ്റ് ആക്കാന്ന്, പക്ഷെ അങ്ങനെയൊന്നുമല്ല. ഇതിപ്പോൾ എനിക്കിട്ട് നല്ല 8ൻ്റെ പണി കിട്ടിയല്ലോ. അയ്യോയ്യോ, വണ്ടി ഇതാണ്ട ഫ്രണ്ടിലോട്ടൊക്കെ പോണ അമ്മച്ചി. എടാ നിന്നെ കൊണ്ട് ഈ റേസ് കംപ്ലീറ്റ് ആക്കാൻ പറ്റൂല, എന്നെ കൊണ്ടേ ഇത് പറ്റൂ. എടാ ചുമ്മാ എൻ്റെ കോൺസെൻട്രേഷൻ കളയാതാ. നിന്നെ കൊണ്ട് ഈ റേസിന് ജയിക്കാൻ പറ്റൂല എന്ന് പറയുന്നത് നീ എന്തിനാണ് എൻ്റെ ചുമ്മാ കിടന്ന് വിളിക്കണ? നീ ഇനി പതുക്കെ ബാക്ക് ഇട്, എന്നിട്ട് നീ അവിടെ നേരെ ഫ്രണ്ടിലോട്ട്. ഈ റേസിന് നീ നല്ല സുഖമായിട്ട് ജയിക്കണമെങ്കിൽ നിൻ്റെ കയ്യിൽ ഇപ്പം തന്നെ 30 മില്യനും കിട്ടും, പിന്നെ എൻ്റെ സ്കോർപ്പിയോ കിട്ടും. അപ്പം ഞാൻ എന്തായാലും പറയാനായിട്ട് പോണ്. ഓൺ എ മൗത്ത് ഗെറ്റ് സെറ്റ് ഗോ സ്റ്റാർട്ട്. ഓക്കെ, ഇവിടെ ഇപ്പോൾ എന്തായാലും സെക്കൻഡ് റൗണ്ടുകൾ സ്റ്റാർട്ടായി. സെക്കൻഡ് റൗണ്ടിൽ അവിടെ നേരെ തിരിച്ച് ഫ്രണ്ടിലോട്ട് പോകണത്. ഓക്കെ, ഇച്ചിരി പാടാണ് ഈ വണ്ടി. ഈ ഗ്രൗണ്ട് ക്ലിയറൻസ് ഇച്ചിരി കൂടുതലാണ്, അതുകൊണ്ട് തട്ടയൊക്കെ ചെയ്യാം അത്യാവശ്യം. ഓക്കെ, ഗ്രൗണ്ട് ക്ലിയറൻസ് കുറഞ്ഞ വണ്ടിയാണ് ഇങ്ങനത്തെ റേസിന് നല്ലത്. ഓക്കെ, താറിന് അത്യാവശ്യം ഗ്രൗണ്ട് ക്ലിയറൻസ് കൂടുതലാണ്. GTR വല്ലതും എടുത്തുകൊണ്ട് വന്നാൽ മതിയായിരുന്നു. ഓക്കെ, കുഴപ്പമില്ല, എന്തായാലും റേസ് കഴിയുമ്പോൾ ഇതിൻ്റെ കാര്യത്തിലൊരു തീരുമാനമാണ്. ഓക്കെ, മാക്സിമം ഡാമേജ് ഉണ്ടാക്കുക. ഓക്കെ, GTR കൊണ്ട് വരായിരുന്നു. ഓക്കെ, ഞാൻ വിചാരിച്ചത് വലിയ കുത്തനെ ഉള്ള ഇറക്കമുള്ള റേസാണ്, അങ്ങനെയാണ് ഞാൻ അതെടുത്തുകൊണ്ട് വരാത്തത്. ഓക്കെ, ഞാൻ അറ്റ്ലീസ്റ്റ് ഒരു ഫോട്ടോയെങ്കിലും അയച്ചു തന്നൂടെ? എടാ എടാ എടാ, നീ എവിടെയെങ്കിലും വെച്ചൊന്ന് വീഴടേ. എടേ പ്ലീസ് എടേ, ഞാൻ ഒരിക്കലും ഒന്ന് ജയിക്കട്ടെ. എപ്പോഴും നീ അല്ല ജയിക്കണം. എടന്ന് പോയടന്ന്, ഞാൻ ഒന്ന് ജയിക്കട്ടെ, നിനക്ക് മാത്രം ജയിച്ചാൽ മതി. ഓ ഓ ഓ ഓ ഞാൻ അങ്ങനെ ഫൈനലി അങ്ങനെ ഈ റേസ് കംപ്ലീറ്റ് ആവാറായി. ഇനി കുറച്ചുകൂടെ പോയി കഴിഞ്ഞാൽ പോകും. എൻ്റെ ദൈവമേ, എവിടെയെങ്കിലും വെച്ച് പോകുമ്പോൾ തെന്നി വീഴണേ. എടാ നീ ഇനി ദൈവത്തിനോട് പ്രാർത്ഥിച്ചിട്ട് ഒരു കാര്യമില്ല. ഞാൻ എന്താ ഇവിടെ റേസ് കംപ്ലീറ്റ് ചെയ്യാറായി. അയ്യോ, ഈ റേസിന് ജയിച്ച് എനിക്ക് ചാൻസ് പോലും കിട്ടിയില്ല. ബെസ്റ്റ്. ഓക്കെ, ഞാൻ അങ്ങനെ ഫൈനലി അങ്ങനെ റേസിന് കണക്കെ ജയിച്ച്. പാവം നമ്മുടെ ലാമറിന് ചാൻസ് പോലും കിട്ടിയില്ല. അയ്യോ, വല്ലാത്ത കഷ്ടമായി. സ്കോർപ്പിയോ എടുത്ത് അവൻ വെറുതെ വന്ന്. അപ്പോൾ അവന് ചാൻസ് പോലും കിട്ടിയില്ല, ഞാൻ തന്നെ ജയിച്ച്. കണ്ട എടാ, ഞാൻ പറഞ്ഞല്ലേ നിനക്ക് ജയിക്കാൻ പറ്റൂലെന്ന്. അതുപോലെ എനിക്ക് ചാൻസ് കിട്ടിയില്ലെങ്കിൽ, ചാൻസ് കിട്ടിയെങ്കിൽ ഞാൻ ജയിക്കുമായിരുന്നു. എടാ എനിക്കൊരു ചാൻസ് ആടാ, ഞാൻ ഒന്ന് കളിക്കട്ടെ.
ഏയ് അങ്ങനെയൊന്നുമില്ല. റേസ് ആണെന്ന് വെച്ചാൽ റേസ് തന്നെയാണ്, അതിനൊരു മാറ്റമില്ല കേട്ടാ. ഈ മറ്റേ സാറവിടെ പോയി? ആ, സാറിനെ കാണാനില്ല. എടാ ലാമറെ, സാറ് മുങ്ങിയെന്ന് തോന്നണ്. അയ്യോ സാറിനെ കാണാനില്ല. സാറേ, അയ്യോ ഒരു ഫോൺ കോൾ പറഞ്ഞല്ലോ. ഇതാരാണ്? ഹലോ, ആരാണ്? ആ, ഞാനാണെങ്കിൽ നേരത്തെ ആ ഒരു സ്റ്റണ്ട് റൈസിൻ്റെ പാർട്ട്ണറാണ്. ഞാനാണെങ്കിൽ നിങ്ങളെ അക്കൗണ്ടിലും കാര്യങ്ങളൊക്കെ എന്തായാലും $30 മില്യൺ ഇടാം. പിന്നെ എക്സ്ട്രാ കുറച്ചുകൂടെ ക്യാഷ് ഇടാം ബോണസായിട്ട്. അല്ലാതെ നിങ്ങളത് വെച്ച് അടിച്ച് പൊളിച്ചോ. എനിക്ക് അത്യാവശ്യം കൊണ്ട് ഒരു സ്ഥലം വരെ പോകണം, അതുകൊണ്ടാണ് ഞാൻ അവിടെ നിന്ന് പോയത്. ആ പിന്നെ ലാമറിനാണെങ്കിൽ റൗണ്ട് 2 അങ്ങനെയൊന്നും തന്നെ ഇല്ല. അവ ഔട്ടായിട്ടുണ്ട്. കാരണം വെച്ചാൽ നീ ഒരിക്കൽ പോലും വീഴാതെയാണ് ജയിച്ചത്. അതുകൊണ്ട് അവനെ കളിക്കാൻ പോലും അവസരം കിട്ടിയില്ല. ഓക്കെ, മനസ്സിലായല്ലോ? അവന് നീ കളിക്കാനായിട്ട് അവസരമൊന്നും കൊടുത്തു കളയില്ല. എന്നാൽ നിൻ്റെ കാര്യത്തിലൊരു തീരുമാനമായിടാ. ആ, ഞാൻ അവന് കൊടുക്കുകയൊന്നുമില്ല. ഞാൻ അവൻ്റെ വണ്ടി എടുത്ത് ഈ പൈസയും കൊണ്ട് അങ്ങ് പോകും. അക്കൗണ്ടിൽ അയക്കണേ. ഞാൻ ദേ ഇപ്പം അയച്ച് നോക്കട്ടെ. ഇതല്ലല്ലോ. ആ സാറിനെ ഒന്ന് വിളിച്ചു പറയട്ടെ തിരിച്ച്. ഓക്കെ. ആ ഹലോ സാറേ, ഞാൻ CJ ആണേ. എനിക്കാണെങ്കിൽ ഇവിടെ അക്കൗണ്ടിലാണെങ്കിൽ കിട്ടി, ക്യാഷ് കിട്ടി. ആ ശരി 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 ശരി. ഓക്കെ, അങ്ങനെ ഫൈനലി എനിക്കങ്ങനെ ക്യാഷ് കിട്ടി. ഇവ എവിടെ പോയി? അവനെ കാണാനില്ല. അവൻ മുങ്ങിയെന്ന് തോന്നുന്നു. ആ, അത് കുഴപ്പമില്ല. നമുക്ക് അവൻ്റെ സ്കോർപിയോ കിട്ടിയല്ലോ, അത് മതി നമുക്ക്. അയ്യോ വണ്ടി ലോക്ക്. ആ പൊട്ടേനെ പറ്റിച്ച്. അതൊന്നും ഒരു വിഷയമേ അല്ല. നമ്മുടെ കയ്യിൽ ഗണ്ണുണ്ട്. നമുക്കെൻ്റെ ലോക്ക് അങ്ങ് നൈസായിട്ട് അങ്ങ് അടിച്ച് പൊട്ടിക്കാം. കുഴപ്പമില്ല, ലോക്ക് അങ്ങ് നൈസായിട്ട് അങ്ങ് അടിച്ച് പൊട്ടിക്കാം. ഓക്കെ ഞാൻ അങ്ങനെ ലോക്ക് അടിച്ച് പൊട്ടിച്ചു. പക്ഷേ ലോക്ക് അടിച്ച് പൊട്ടിച്ചപ്പോൾ വണ്ടിയുടെ ഫ്രണ്ടിൽ നിന്ന് പോകുകയാണ്. ആ പിന്നെ ഈ വണ്ടിയിലാണെങ്കിൽ പുഷ് ബട്ടൺ സ്റ്റാർട്ടാവും, ഒരു തേങ്ങയില്ല. നമുക്കൊരു കാര്യം ചെയ്യും, ഇതിൻ്റെ അടിയിലുള്ള വയറൊക്കെ ഇളക്കി അടിച്ച് വണ്ടി സ്റ്റാർട്ടാക്കാം. എന്ത് പാടാണിത് സ്റ്റാർട്ടാക്കേ. ഓക്കെ, ഇവിടെ ഇപ്പോൾ എന്തായാലും സ്കോർപ്പിയോ അല്ലെങ്കിൽ സ്റ്റാർട്ടായിട്ടുണ്ട്. ഓക്കെ, കുറേ കേബിളും എന്തൊക്കെയോ വലിച്ചൂരി എടുത്തിട്ടുണ്ട്. ഓക്കെ, അതൊന്നും കുഴപ്പമില്ല, ഇതൊക്കെ പിന്നെ റെഡിയാക്കും. ഓക്കെ, നമുക്കങ്ങനെ ചുമ്മാ ഫ്രീ ആയിട്ടൊരു സ്കോർപ്പിയോയും കിട്ടി, പിന്നെ 30 മില്യനും കിട്ടി. ഓക്കെ, വണ്ടി ഡാമേജ്, അത് കുഴപ്പമില്ല. ഓക്കെ, എൻ്റെ മുമ്പ് ഈ വണ്ടി ഭയങ്കര സ്പീഡ് കുറവ്, കുഴപ്പമില്ല. ഓക്കെ അപ്പം നമുക്ക് നമ്മുടെ റേഞ്ച് റോവർ പിന്നെ എടുക്കണം. ഓക്കെ ഗായ്സ്, അപ്പോൾ ഇത്രയുള്ള ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോയും കാര്യങ്ങളൊക്കെ. അപ്പം എല്ലാവരും എന്തായാലും ഈ ഒരു വീഡിയോകളൊക്കെ ലൈക്ക് ചെയ്യാത്തതുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനെടുത്തുള്ള ബെല്ലൈക്കണം കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുത്ത വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പോഴും എന്തായാലും നോട്ടിഫിക്കേഷൻ ആയിട്ട് എന്തായാലും വരുന്നതാണ്. ഓക്കെ, അതേപോലെ തന്നെ ബാക്കി കാര്യങ്ങളെല്ലാം വേറെ ലെവലാണ്. ഇതിലായിട്ട് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ബാക്കിയുള്ള കുറേ വീഡിയോസൊന്നും ആരും കണ്ടിട്ടില്ല, അതൊക്കെ നിങ്ങൾ എന്തായാലും പോയി കാണുക, സീരീസ് ആയാലും അല്ലാത്ത ആയാലും. ഓക്കെ, അപ്പോൾ എല്ലാവരും എന്തായാലും ലൈക്ക് സബ്സ്ക്രൈബും ബാക്കി കാര്യങ്ങളൊക്കെ എന്തായാലും ചെയ്യാം. ഓക്കെ, അപ്പം അടുത്തൊരു കിടിലൻ വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും എൻ്റെ എല്ലാ ചങ്ക് ബഡീസുകൾക്കും ഗുഡ് ബൈ ആൻഡ് ടേക്ക് കെയർ.